ഇത്രയും കാലം ബിസിനസിന്റെ വളർച്ചയെക്കുറിച്ച് വിലയിരുത്തിയിരുന്നത് ലാഭത്തിന്റെ കണക്കിനനുസരിച്ചിട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലാഭത്തിന്റെ ബിസിനസിനെ കുറിച്ചല്ല, വാല്യുവേഷൻ ബിസിനസ്സാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ബിസിനസ് എത്ര ലാഭമുണ്ട് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾക്ക് എത്ര മാർക്കറ്റ് ഷെയർ ഉണ്ട്, നിങ്ങളുടെ കമ്പനിയുടെ വാല്യുവേഷൻ കൂട്ടുന്നതിനാവശ്യമായ എന്താണ് നിങ്ങൾക്കുള്ളത്. ലാഭത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം കുറഞ്ഞ മാർജിനിൽ ഒരു പക്ഷേ വലിയ വോളിയം പ്രൊഡക്റ്റ് കൊടുക്കുകയും ഒരു വലിയ കസ്റ്റമർ ബേസ് ഉണ്ടാക്കുകയും ഒരു വലിയ തോതിലുള്ള മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കുകയും ചെയ്തു ബിസിനസ്സിൻ്റെ വാല്യുവേഷൻ വളരെ വലിയ രീതിയിൽ ഉയർത്തിയിട്ട് ആ കമ്പനി എക്സിറ്റ് ചെയ്ത് പോകുന്ന ഒരു തലത്തിലേക്ക് വരാൻ പോവാണ്. അങ്ങനെയുള്ള ആളുകളോട് ചെറുകിട ഇടത്തരം ആളുകൾക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ കോമ്പറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസിയൊന്നുമല്ല. സോ ഒരു ബിസിനസ്സുകാരൻ മാർക്കറ്റിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, യുണീക്കായിട്ടുള്ള സംഗതികളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളും ബിസിനസ്സിൽ നിന്നേ വാഷ് ഔട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്.